കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻജി നാഥാണ് CR മഹേഷിനെതിരെ മത്സരിക്കുന്നത്. കോൺഗ്രസിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നെന്നും പാർട്ടിയിൽ അവഗണന നേരിട്ടെന്നും ബോബൻജി നാഥ് കുറ്റപ്പെടുത്തി. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻജി നാഥാണ് CR മഹേഷ് MLA-ക്കെതിരെ മത്സരിക്കുന്നത്. ബോബൻജി നാഥ് പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ മത്സരരംഗത്തെത്തിയതെന്ന് ബോബൻജി നാഥ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥയും അവഗണനയും നിലനിൽക്കുന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ് താനെന്നും പാർട്ടി നടപടി സ്വീകരിച്ചാൽ BJP-യിൽ ചേരില്ലെന്നും ദളിത് സംഘടനകളെ സംയോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സംവരണ സീറ്റിൽ പോലും തന്നെ പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേതാവ് ഏത് ജാതിയാണെങ്കിൽ ആ ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരെയോ പ്രവർത്തകരെയോ പിടിച്ചുകൊണ്ടുവന്ന് അവരെ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊല്ലത്ത് ഞാൻ വിളിച്ച മുദ്രാവാക്യമോ ഞാൻ കൊണ്ട അടിയോ ഞാൻ കൊണ്ട വെയിലോ ഏൽക്കാത്ത AC-യിൽ മാത്രം കഴിഞ്ഞിട്ടുള്ള പലരും നിയമസഭാ സ്ഥാനാർത്ഥികളായി, KPCC ഭാരവാഹികളായി, DCC സെക്രട്ടറിമാരായി ഉന്നത സ്ഥാനങ്ങളിൽ അവർക്ക് എത്താൻ കഴിഞ്ഞത് അവിടെ ജാതിയുടെ മാത്രം മേന്മ കൊണ്ട് മാത്രമാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, ന്യൂനപക്ഷങ്ങൾ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും കഴിവുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. ഇതിനൊരു മാറ്റം വേണ്ടയോ? കൊല്ലം ഫാത്തിമ കോളേജിൽ കോളേജ് യൂണിയൻ ചെയർമാനെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള നിരവധി ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവർ പിന്നീട് അവർക്ക് KSU-നകത്തോ യൂത്ത് കോൺഗ്രസിനകത്തോ അവസരം ലഭിക്കാതിരുന്ന എൻ്റെ 10-15 സുഹൃത്തുക്കളുണ്ട്. ജാതി എല്ലാത്തിനും ഘടകമായി മാറുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇലക്ഷൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു കാൽവെപ്പായിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.